തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ക്ഷേത്രോത്സവത്തിന് കലാപരിപാടി അവതരിപ്പിക്കാനെത്തിയ കുട്ടികളടങ്ങുന്ന സംഘത്തെ വേദിയിൽ നിന്ന് ക്ഷേത്ര ഭരണ സമിതി ഭാരവാഹികൾ ഇറക്കിവിട്ടതായി പരാതി. പരിപാടി അവതരിപ്പിക്കാനെത്തിയ കുട്ടികളിൽ ഒരാളുടെ രക്ഷകർത്താവ് ഉത്സവ സംഭാവന നൽകാത്തതിനുള്ള പ്രതികാര നടപടിയായിരുന്നു സംഭവത്തിന് പിന്നിലെന്നാണ് പരാതി. ജിബിൻ JP വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിബിൻ, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ കുട്ടികൾ ആ നൃത്തം കളിക്കാനുള്ള എല്ലാ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ സ്റ്റേജിലേക്ക് കയറുമ്പോഴാണോ ഈ സംഭാവന നൽകിയില്ല ഒരു രക്ഷിതാവ് എന്ന് പറഞ്ഞ് ഇവരെ ഇത് ചെയ്യാൻ അനുവദിക്കാതിരുന്നത്? അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് നെയ്യാറ്റിൻകര ചെങ്കൽ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിന് മുന്നിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ ഈ ഒരു ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് സമീപത്തുള്ള ഒരു ഡാൻസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ ഈ നൃത്ത പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. രാവിലെ മുതൽ തന്നെ ഈ പുരുവയിലെത്ത രാവിലെ മുതൽ തന്നെ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാണ്. ഇവർ മേക്കപ്പ് ഒക്കെ ഇട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ സംഘത്തിലുള്ള 20 അംഗ സംഘമാണ് നൃത്ത പരിപാടികൾക്കായി അവിടെ എത്തിയിരുന്നത്. ഇതിൽ 2 കുട്ടികളുടെ പിതാവ് ഈ ക്ഷേത്രത്തിന് 5000 രൂപ സംഭാവനയെ നൽകാമെന്ന് അറിയിച്ചിരുന്നു. ഇത് നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികളെ ഈ കുട്ടികളെ നൃത്ത പരിപാടി സംഘടിപ്പിക്കാൻ ഒരു രക്ഷിതാവ് സംഭാവന നൽകില്ല. ഇപ്പൊ നിർബന്ധമൊന്നും അല്ലല്ലോ, ടാക്സ് ഒന്നുമല്ലല്ലോ നമ്മൾ നിർബന്ധമായി അടയ്ക്കാൻ വേണ്ടിയിട്ട്. ഒരാൾ നൽകില്ല, ബാക്കി കുട്ടികൾ എന്ത് പഴിച്ചു? അറിയാതെ തന്നെ. കാരണം ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നമ്മൾ ഈ ക്ഷേത്ര ഭാരവാഹികളുടെ പ്രതികരണത്തിന് കൂടി ശ്രമിച്ചിരുന്നു. അപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞത് ഇതവർ സംഭാവനയായല്ലേ, കുട്ടികളുടെ അരങ്ങേറ്റത്തിന് വേണ്ടി 2000 രൂപ വീതമാണ് ഓരോ കുട്ടികളുടെയും നിന്ന് ആവശ്യപ്പെട്ടിരുന്നത്. അത് നൽകാത്തത് കൊണ്ടാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഈ ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്ത് എന്ന് പറഞ്ഞാലും ഇവർ കലാകാരന്മാരാണ്, കൊച്ചു കുട്ടികളാണ്. അവർ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ നാളുകളായി ഇതിന്റെ പ്രാക്ടീസിലുമായിരുന്നു. ഏകദേശം 60,000 രൂപ ചെലവഴിച്ചാണ് ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നൃത്ത പരിപാടിയാണ്. അങ്ങനെ ഈ കുട്ടികളുടെ അരങ്ങേറ്റമായിരുന്നോ ഇത്? അതായത് ഇത്രയും കാലം അവർ കല അഭ്യസിച്ച് അത് വേദിയിൽ അവതരിപ്പിക്കാൻ അവർ കാത്തു നിൽക്കുകയാണ്. വർഷങ്ങളായി അഭ്യസിച്ചുള്ള അവരുടെ കല അവതരിപ്പിക്കാൻ പോകുന്നതിന്റെ ആ സന്തോഷത്തിൽ നിൽക്കുന്ന കുട്ടികളോടാണോ ഈ ക്രൂരത ചെയ്തത്? കുട്ടികളുടെ രക്ഷാകർത്താക്കൾ നമുക്ക് അതിന്റെ പ്രതികരണം കൂടി ലഭ്യമാണ്. ഉടൻ തന്നെ അത് പ്ലേ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെയും അതുപോലെ ഈ കുട്ടികളുടെ നൃത്ത അധ്യാപികയും പറയുന്നത് ഈ കുട്ടികളുടെ കാലങ്ങളായി പ്രാക്ടീസ് ചെയ്തിട്ട് അവരുടെ അരങ്ങേറ്റ പരിപാടിയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ക്ഷേത്ര ഭാരവാഹികൾ ഇതൊക്കെ തന്നെ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് എടുക്കുന്നത്. അവർ പറയുന്നത് ഇതൊരു അരങ്ങേറ്റമല്ല, ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ പരിപാടി മാത്രമാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ എന്തായാലും കുട്ടികളും രക്ഷാകർത്താക്കളും പറയുന്നതാണ് നമുക്ക് വിശ്വാസ്യതയിൽ എടുക്കാൻ കൂടുതൽ കഴിയുന്നത്. കാരണം അവർ കൃത്യമായി പറയുന്നുണ്ട് കുറച്ച് നാളുകളായി ഈ ഒരു അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിലായിരുന്നു ഈ കുട്ടികളൊക്കെ. ഈ സ്കൂൾ അവധി ഈ സമീപത്തെ സ്കൂൾ പരീക്ഷകളൊക്കെ ഉള്ള ഒരു സമയം കൂടിയാണ്. ഇതിനിടയിലും വിദ്യാർത്ഥികൾ സമയം കണ്ടെത്തി ചൂടിനിടയിലും പ്രാക്ടീസ് ചെയ്ത വർഷങ്ങൾ കൊണ്ടുള്ള അവരുടെ ഒരു പ്രയത്നം കൂടിയാണ് ഇന്നലെ ക്ഷേത്ര ഭാരവാഹികളുടെ ഇടപെടൽ വിവരങ്ങൾ നൽകിയത്. ഇനി എന്ത് ന്യായീകരണം പറഞ്ഞാലും എന്ത് വിശദീകരണം പറഞ്ഞാലും ഇത് മാപ്പർഹിക്കാത്തൊരു കുറ്റം തന്നെയാണ്. കാരണം അത്രയും കുട്ടികളുടെ മുഖത്തുള്ള ആ വിഷമം കാണുമ്പോൾ, ആ സങ്കടം കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും.